ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് സ്മിത. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ഓണാക്കണം. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായി ലഭിക്കുകയുള്ളൂ. പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീസണൽ വർക്ക് വിസയെ പറ്റിയാണ്. അപ്പം നിങ്ങൾക്ക് ഒരു ഏകദേശം ഐഡിയ ഒക്കെ കിട്ടിക്കാണും. നിങ്ങൾക്കപ്പോൾ ഒരു ഡൗട്ടായിരിക്കും, ഇപ്പോൾ സീസണൽ വർക്ക് വിസ ഉണ്ടോ, ടെമ്പററി വർക്ക് വിസയാണ് അത്, അപ്പം ആൾക്കാർ ഇങ്ങോട്ടേക്ക് അത് എടുക്കുന്നുണ്ടോ? ഇപ്പോൾ ഒരുപാട് തട്ടിപ്പ് നടക്കുന്നുണ്ട് ഈ വിസയുടെ പേരിൽ, ടെമ്പററി വർക്ക് വിസയുടെ പേരിൽ. അതായത് അത് പെർമനൻ്റ് ആണെന്നും പറഞ്ഞുകൊണ്ട് 5 വർഷത്തെ വിസ എന്നും പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് ക്യാഷ് മേടിച്ച് വിസ സ്പോൺസർഷിപ്പ് കൊടുത്തിട്ട് ഇവിടെ വരുമ്പോൾ അങ്ങനെ ഒരു വിസ ചിലപ്പോൾ ഇങ്ങോട്ട് കയറി വരാൻ പോലും പറ്റത്തില്ല കേട്ടോ. അപ്പം ഈ സീസണൽ വർക്ക് വിസ എന്താണ്, അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്തൊക്കെയാണ്, എത്ര നാളത്തേക്കാണ് ഈ വിസ കൊടുക്കുന്നത് എന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ വിശദമായി പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ അതിന് മുമ്പായിട്ടൊരു കാര്യം പറയട്ടെ. ഈ സീസണൽ വർക്ക് വിസയിൽ ഫ്രൂട്ട് പിക്കിങ്ങും പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ, ഹോർട്ടിക്കൾച്ചറും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. അപ്പം ഈ ഒരു പേരിലാണ് കൂടുതലും തട്ടിപ്പ് നടത്തുന്നതും. അപ്പം അതിൻ്റെ ഗവൺമെൻറ് സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പോൾ ആദ്യം നിങ്ങൾ അത് കയറി നോക്കണം. നിങ്ങൾക്ക് എങ്ങനെ ആരെങ്കിലും വർക്ക് വിസ തരാമെന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ സീസണൽ വർക്ക് വിസയ്ക്ക് ഇങ്ങനെ ഓഫർ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഗവൺമെൻറ് സൈറ്റിൽ കയറി ചെക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ ഒരു ന്യൂസ് വന്നായിരുന്നു, ഈ 2025 ഈ സീസണൽ വർക്ക് വിസ സ്കീം 5 ഇയേഴ്സിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് വന്നായിരുന്നു. അതൊരു ലേബർ ഷോർട്ടേജ്, ഒരുപാട് ലേബർ ഷോർട്ടേജ് ഉള്ളൊരു മേഖലയാണ് ഇവിടുത്തെ ഫാം അല്ലെങ്കിൽ അഗ്രികൾച്ചർ മേഖല എന്ന് പറയുന്നത്. അപ്പം ആ ഒരു ടെമ്പററി റിലീഫിന് വേണ്ടിയാണ് ഇവർ ഈ ഒരു സ്കീം 5 വർഷത്തേക്ക് ആക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ന്യൂസിൻ്റെ ലിങ്ക് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കാവുന്നതാണ്. പിന്നെ അതിൽ പറഞ്ഞിരിക്കുന്നത് 10 മില്യൺ പൗണ്ട്സ് ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് ഫാം ടെക്നോളജിയിൽ ഇന്നോവേഷനുമായിട്ട്. അപ്പം അതിൻ്റെ ഒരു ഭാഗമായിട്ട് സീസണൽ വർക്ക് വിസയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ടെമ്പററി സീസണൽ വർക്ക് വിസയാണ്. 6 months ആണ് അതിൻ്റെ കാലാവധി. 2025 ഒരു ഏകദേശം 43,000 സീസണൽ വർക്കേഴ്സിന് ഹോർട്ടിക്കൾച്ചറിലേക്കും 2,000 പൗൾട്രിയിലേക്കും എടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. എന്തൊക്കെയാണ് അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ, എങ്ങനെയാണ് അത് അപ്ലൈ ചെയ്യുന്നതൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. നിങ്ങൾക്ക് UK സീസണൽ വർക്ക് വിസ അപ്ലൈ ചെയ്തിട്ട് UKയിൽ വന്നിട്ട് 6 മാസം ഹോർട്ടിക്കൾച്ചർ മേഖലയിൽ വർക്ക് ചെയ്യും. അതായത് ഫ്രൂട്ട് പിക്കിങ്ങും ഫ്രൂട്ട് പാക്കിങ്ങും ഒക്കെ. അതുപോലെ പൗൾട്ടറി ആണെങ്കിൽ ആ സെയിം ഇയറിൽ തന്നെ 2 ഒക്ടോബർ മുതൽ ഡിസംബർ വരെയും വർക്ക് ചെയ്യാം. ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് 298 പൗണ്ടാണ്. നിങ്ങൾക്ക് ഇതിന് ഡിപ്പെൻഡൻറ്റിനെ കൊണ്ടുവരാൻ പറ്റത്തില്ല. ഒരു പെർമനൻറ്റ് ജോബ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ജോബ് ചെയ്യാനോ നിങ്ങൾക്ക് ഇതിന് വേണ്ടി പറ്റത്തില്ല. ഇതിന് നിങ്ങൾക്കൊരു സ്പോൺസർഷിപ്പിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് കിട്ടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ വേണം. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.